നമസ്കാരം. നിങ്ങളുടെ ശരീരത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്തിരിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും ധ്യാനത്തിലാണ്. ദിവസത്തിലുടനീളം ഭൂരിഭാഗം ആളുകൾക്കും ഇതിൻ്റെ ചില നിമിഷങ്ങൾ അനുഭവപ്പെടാറുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പ്രത്യേകിച്ച് കായിക താരങ്ങൾക്ക് ഇത് പ്രത്യേകിച്ച് അനുഭവിച്ചറിയാനുള്ള ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. കായിക താരങ്ങൾ അവരുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലുള്ള ചില ഗെയിമുകളിൽ ഏർപ്പെടുന്ന സമയത്ത് അവർക്കിത് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ ശ്രദ്ധ പൂർണ്ണമായും അവരുടെ ശരീരത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പൂർണ്ണമായും ആ ഒരു ധ്യാനാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഫീൽ കിട്ടാറുണ്ട്. അതേസമയം തന്നെ അവർ പൂർണ്ണമായും വർത്തമാന നിമിഷങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. അവരുടെ മനസ്സ് പോലും അവധിയെടുക്കുകയാണ്. മനസ്സിനെ പോലും മാറ്റിവെച്ച് അവർ പ്രപഞ്ചത്തോട് അത്രയധികം അടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം നിമിഷങ്ങളിൽ അവർ പ്രപഞ്ചവുമായി ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്ന് ഓർത്തു വയ്ക്കുക. ധ്യാനം എന്നത് യോഗികൾക്ക് മാത്രം ചെയ്യാവുന്ന ഒരു മാന്ത്രിക വിദ്യയൊന്നുമല്ല. ഏതൊരു മനുഷ്യനും അവൻ്റെ നിത്യനിധാന ജീവിതങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്നെ അവൻ ഓട്ടോമാറ്റിക്കലി ധ്യാനമാർഗത്തിലേക്ക് പോകുന്നുണ്ട്. എല്ലാവർക്കും സാധ്യമാണിത്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: വർത്തമാന കാലത്തിൽ എപ്പോഴും സന്നദ്ധരായിരിക്കുക. ആ വർത്തമാനകാലത്തിൽ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും പല അവസരങ്ങളിലും നിങ്ങൾക്കും അത് ഫീലാവും, നിങ്ങളും ധ്യാനത്തിലാണെന്ന്. നന്ദി.